ഇന്നും നമ്മൾ ഒരുപോലെ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കുക, അത് കുറച്ചായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര നല്ല മീനൊന്നും അല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും, ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളത്തിന് പകരം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലൊരു മാരിനേഷൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലൊരു മീനായിട്ടും എടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ്. ഇത് മുള്ള് അധികം ഇല്ലാത്ത മീനാണ്. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങ് പെട്ടെന്ന് വിട്ടു പോട്ടോ. ഞാൻ എത്ര നന്നാക്കി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതെപ്പോഴും ഇങ്ങനെ കട്ടായിട്ട് പോകും. ആ ഒരു ടൈപ്പ് മീനാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ടോ. കറി വെച്ചാലും ഒക്കെ ഇങ്ങനെ കഴുകുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് മീനാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മീനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കിയൊക്കെ കട്ട് ചെയ്ത് 1-2 പീസൊക്കെ എനിക്ക് റൗണ്ടായിട്ട് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം മാരിനേറ്റ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അധികം വെക്കുന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് എല്ലാ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ, ഒരു മീഡിയം ഫ്ലെയിമിലാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്നും ഇങ്ങനെ മുരിഞ്ഞ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡും ചെറുതായിട്ടൊന്ന് കുക്കാകുന്ന സമയത്ത് ഒന്ന് നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്നിങ്ങനെ ആ എണ്ണയിലൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു വിധം ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ആ മീനും കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മീൻ ഏകദേശം കുക്കായതിന് ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരപ്പ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞതിന് ശേഷം കേട്ടോ അരപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ അരപ്പും കൂടെ നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ആ അരപ്പും ഉള്ളിയും ഒക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു മീൻ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ ആ മീനിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ച് അധികം എണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം എണ്ണയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നേ. സ്മെല്ല് മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണെന്ന് പറഞ്ഞാൽ ആ മസാല ഇങ്ങനെ അവരെടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഏത് മീനായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.